രാഹുലിനെതിരെ നടപടിയെടുക്കണം, സർക്കാരും എടുക്കണം, അതോടൊപ്പം തന്നെ പാർട്ടിയും എടുക്കണം എന്നുള്ളതാണ്. പാർട്ടി നേരത്തെ പറഞ്ഞതുപോലെ വളരെ മാതൃകാപരമായി വളരെ പെട്ടെന്ന് തന്നെ സസ്പെൻഡ് ചെയ്യുന്ന നടപടിയിലേക്ക് കടന്നിട്ടുണ്ട്. അത് നമ്മളത് ചർച്ച ചെയ്തതുമാണ്. പക്ഷേ അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തു ചെയ്തു എന്നുള്ളതാണല്ലോ. ഇപ്പോൾ 3 മാസമാകുന്നു. ഓഗസ്റ്റ് 25-നായിരുന്നു ആ സംഭവം. ഇപ്പോൾ 3 മാസമാകുന്നു. ഈ 3 മാസത്തിനിടയ്ക്ക് കുറച്ചു കാലം അദ്ദേഹം ഒളിവ് ജീവിതത്തിൽ കഴിഞ്ഞു, പുറത്തേക്കൊന്നും ഇറങ്ങാതെ. അതിനുശേഷം എന്താണ് സംഭവിച്ചത്? അദ്ദേഹം പാലക്കാട്ടേക്ക് പോകുന്നു. പാലക്കാട് എം.എൽ.എ എന്ന നിലയ്ക്ക് തനിക്ക് അവിടെ പ്രവർത്തിക്കാൻ അവകാശമുണ്ട് എന്നത് ഒരു വെല്ലുവിളിയുടെ സ്വഭാവത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിച്ചത്. അവിടെ ചെന്ന് എം.എൽ.എ എന്ന രൂപത്തിൽ പ്രവർത്തിക്കുന്നതിനെ എതിർക്കാനാവില്ല എന്ന് പാർട്ടിയും ഒരു ഘട്ടത്തിൽ പറയുന്നു. ആ പ്രവർത്തനങ്ങളൊക്കെ അവിടെ നിൽക്കുന്നു. അതിനുശേഷം നമ്മൾ കാണുന്നത് എന്താണ്? തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സജീവമാകുന്നു. സർക്കാർ പരിപാടികളിൽ പങ്കെടുക്കുന്നു. അപ്പോൾ ആദ്യം എതിർത്ത CPIM പിന്നീട് വേദി പങ്കിടുന്ന രൂപത്തിൽ വരെ മന്ത്രിമാർ വരെ വേദി പങ്കിടുന്ന ദൃശ്യം വരെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഒരു ശാസ്ത്ര അല്ലേ, സ്കൂൾ ശാസ്ത്രമേളയുടെ പരിപാടിയായിരുന്നു. അപ്പോൾ അതിൽ നിന്നും ഇറങ്ങിപ്പോകാൻ പറ്റില്ലല്ലോ എന്ന രൂപത്തിലാണ് മന്ത്രി ശിവൻകുട്ടി പറഞ്ഞത്. പക്ഷേ ആ തരത്തിലേക്ക് അത് ഒരു കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അതിൻ്റെ ഒരു തണുത്തു പോയി എന്ന രൂപത്തിൽ തന്നെ അതിനെ കാണേണ്ടി വരും. അപ്പോൾ അവിടെ ഇരിക്കുകയും ഒരുമിച്ചിരിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ആ കാര്യത്തിൽ. പക്ഷേ നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ കേസിനെ തുടക്കം മുതൽ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്. ഇതുവരെ ഈ രൂപത്തിൽ ഒരു ക്രിമിനൽ സ്വഭാവത്തോടു കൂടി ഒരു രാഷ്ട്രീയ നേതാവ് ഇത്രത്തോളം ആത്മവിശ്വാസത്തോടെ സമൂഹത്തിൽ ഇടപെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ കണ്ടിട്ടില്ല എന്നാണ് പറയാൻ പറ്റുക.